ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, പ്രത്യേകിച്ച് UGC നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന MA അറബിക് വിദ്യാർത്ഥികൾ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് കൃത്യമായി മനസ്സിലാക്കാൻ പോകുന്നത്. ഈജിപ്ത് കണ്ട ഏറ്റവും പ്രഗത്ഭനായ, തന്റെ ജീവിതം തന്നെ അറിവിനായി മാറ്റിവെച്ച ഒരു മഹാപണ്ഡിതനെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. അതെ, ഇമാം ജലാലുദ്ദീൻ അൽ സുയൂത്തിയെക്കുറിച്ച്. ഉയർന്ന മാർക്ക് നേടാൻ ആഗ്രഹിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഈ വിവരങ്ങൾ വളരെ വിലപ്പെട്ടതാണ്, തീർച്ച. ശരി, നമുക്ക് നേരെ ഇതിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ ചർച്ച പ്രധാനമായും 5 കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. സുയൂത്തിയുടെ ജീവിതം, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യാത്രകൾ, അൽ മുസ്ഹിർ എന്ന വലിയ ഗ്രന്ഥം, അതിലെ 50 ഭാഗങ്ങൾ, പിന്നെ അദ്ദേഹത്തിന്റെ മറ്റു പ്രധാന കൃതികൾ. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പ്രധാന വസ്തുതകൾ വളരെ എളുപ്പത്തിൽ ഓർമ്മിക്കാൻ ഈ കൃത്യമായ ഓർഡർ നിങ്ങളെ സഹായിക്കും. ഒന്നാമത്തെ ഭാഗം, ജലാൽ അദീൻ അൽ സുയൂത്തിയുടെ ജീവിതം. അദ്ദേഹത്തിന്റെ അക്കാദമിക നേട്ടങ്ങൾ എത്രത്തോളം വലുതാണോ, സത്യം പറഞ്ഞാൽ അതുപോലെ തന്നെ വളരെ നാടകീയവും കൗതുകകരവുമാണ് അദ്ദേഹത്തിന്റെ ജനനവുമായി ബന്ധപ്പെട്ട കഥയും. ചരിത്രത്തിൽ അദ്ദേഹത്തെ ഇബ്നുൽ കുതുബ്, അതായത് പുസ്തകങ്ങളുടെ മകൻ എന്ന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതൊന്ന് കേട്ടുനോക്കൂ. ഒരിക്കൽ അദ്ദേഹത്തിന്റെ പിതാവ് പൂർണ്ണ ഗർഭിണിയായ ഭാര്യയോട് തന്റെ വലിയ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം എടുത്തുകൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. പുസ്തകം എടുക്കാൻ പോയ ആ മാതാവിന് ആ പുസ്തകങ്ങൾക്കിടയിൽ വെച്ച് അപ്രതീക്ഷിതമായി പ്രസവവേദന അനുഭവപ്പെടുകയും അവിടെ വെച്ച് തന്നെ കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. അക്ഷരങ്ങളുടെയും പുസ്തകങ്ങളുടെയും ഇടയിൽ പിറന്നു വീണതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് തന്നെ ലഭിച്ചത്. എങ്ങനെയുണ്ടാ കഥ? ഇനി പരീക്ഷകളിലെ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഇത് കൃത്യമായി ഓർമ്മിക്കണം. അബ്ദുറഹ്മാൻ ബിൻ കമാലുദ്ദീൻ അബീബക്കർ ബിൻ മുഹമ്മദ് സാബിക്കുദ്ദീൻ ഖിദ്ർ അൽ കുദൈരി അൽ സുയൂത്തി. ബാഗ്ദാദിലെ അൽ കുദൈരിയ എന്ന സ്ഥലത്തേക്കാണ് അദ്ദേഹത്തിന്റെ പരമ്പര ചെന്നെത്തുന്നത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ കൃത്യമായ പേരും അതിന്റെ ഭാഗങ്ങളും നിങ്ങൾ ഉറപ്പായും ഓർമ്മിച്ചിരിക്കണം. ഇനി രണ്ടാമത്തെ ഭാഗം, അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും വിജ്ഞാനം തേടിയുള്ള അതിവിശാലമായ യാത്രകളെക്കുറിച്ചും നമുക്ക് നോക്കാം. ആ പ്രതിഭയുടെ വളർച്ച എത്രത്തോളം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു എന്ന് ഈ നമ്പറുകൾ കാണിച്ചുതരും. വെറും 6-ാമത്തെ വയസ്സിൽ കെയ്റോയിൽ വെച്ച് അദ്ദേഹത്തിന് പിതാവിനെ നഷ്ടപ്പെട്ടു. എന്നാൽ 8-ാമത്തെ വയസ്സിന് മുൻപ് തന്നെ അദ്ദേഹം ഖുർആൻ പൂർണ്ണമായും ഹൃദിസ്ഥമാക്കി. അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ അൽ ഉംദ, അതുപോലെ അൽ ഫിയത്ത് ഇബ്നു മാലിക് തുടങ്ങിയ വലിയ ഗ്രന്ഥങ്ങളും അദ്ദേഹം മനഃപ്പാടമാക്കിയിരുന്നു. തന്റെ 17-ാം വയസ്സിൽ അദ്ദേഹം ആദ്യത്തെ പുസ്തകം രചിച്ചു. ഒടുവിൽ 40-ാം വയസ്സിൽ ആരാധനയ്ക്കും ഗ്രന്ഥരചനയ്ക്കുമായി അദ്ദേഹം ബാക്കി ജീവിതം പൂർണ്ണമായും സമർപ്പിച്ചു. പരീക്ഷയ്ക്ക് ഈ പ്രായങ്ങൾ ചോദിക്കാൻ വലിയ സാധ്യതയുണ്ട് കേട്ടോ, അതുകൊണ്ടിത് പ്രത്യേകം നോട്ട് ചെയ്യാം. വിജ്ഞാനം തേടി അദ്ദേഹം ഈജിപ്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ഇസ്ലാമിക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അദ്ദേഹം യാത്രകൾ ചെയ്തു. ഹിജാസ്, ഷാം, യമൻ, ഇന്ത്യ, ഇസ്ലാമിക് മഗ്രിബ് എന്നിവിടങ്ങളിലെല്ലാം അദ്ദേഹം സഞ്ചരിച്ചു. തന്റെ 40-ാമത്തെ വയസ്സിൽ സമൂഹത്തിൽ നിന്ന് മാറി ഗ്രന്ഥരചനയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു മുൻപായി പ്രശസ്തമായ അൽ ഷൈഖൂണിയ മദ്രസയിൽ അദ്ദേഹം ഹദീസ് പഠിപ്പിച്ചിരുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 3-ാമത്തെ ഭാഗം, അതെ, നമ്മൾ ഈ എക്സ്പ്ലെയിനറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. ഓരോ MA വിദ്യാർത്ഥിയും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അദ്ദേഹത്തിന്റെ മാസ്റ്റർപീസ്, ആ വലിയ ഭാഷാവിജ്ഞാനകോശത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. ഈ കൃതിയുടെ കൃത്യമായ പൂർണ്ണമായ പേര് അൽ മുസ്ഹിർ ഫി ഉലൂമിൽ ലുഗത്തി വ അൻവായിഹ. ഇതൊരു സാഹിത്യ ഭാഷാശാസ്ത്ര ഗ്രന്ഥമാണ്. ഇതിന് 2 വോള്യങ്ങളുണ്ട്. 1998-ൽ ബെയ്റൂട്ടിലാണിത് പ്രസിദ്ധീകരിച്ചതെന്നുകൂടി ഓർക്കുക. UGC നെറ്റ് പരീക്ഷകളിൽ ഈ പുസ്തകത്തിന്റെ മുഴുവൻ പേരും വാള്യങ്ങളുടെ എണ്ണവും പ്രസിദ്ധീകരിച്ച വർഷവുമൊക്കെ പലപ്പോഴും വളരെ ട്രിക്കിയായി ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ വിവരങ്ങൾ മനസ്സിലുറപ്പിക്കുക. 4-ാമത്തെ ഭാഗം, കുറച്ച് കൂടുതൽ ഡേറ്റകൾ അടങ്ങിയ ഒരു സെക്ഷനാണിത്. അൽ മുസ്ഹിർ എന്ന ഈ ഗ്രന്ഥത്തിലെ 50 വിഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കുന്നത്.
ഉയർന്ന മാർക്ക് നേടാൻ ഈ സംഖ്യകൾ കൃത്യമായി ഓർമ്മിക്കേണ്ടത് തീർച്ചയായും അത്യാവശ്യമാണ്. ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നോ, 50 വ്യത്യസ്ത ഭാഷാശാസ്ത്രങ്ങളെ അദ്ദേഹം എത്ര കൃത്യമായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. നമുക്കിതൊന്ന് വിശദമായി നോക്കാം. എസ്നാദിന്റെ അടിസ്ഥാനത്തിൽ 8 വിഭാഗങ്ങൾ, പദങ്ങളുടെ അല്ലെങ്കിൽ അൽഫാലിന്റെ അടിസ്ഥാനത്തിൽ 13, അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ 13, ലതായിഫുമായി ബന്ധപ്പെട്ട് 5, ഭാഷാ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1, ഭാഷാ പണ്ഡിതന്മാരെക്കുറിച്ച് 8, കവിതയും കവികളും 1, അറബികളുടെ അബദ്ധങ്ങളെക്കുറിച്ച് 1, അങ്ങനെ ആകെ 50 വിഭാഗങ്ങൾ. എക്സാമിന് പോകുന്നതിന് മുൻപ് ഇത് മനസ്സിലൊരു ഫ്ലാഷ് കാർഡ് പോലെ സേവ് ചെയ്തു വെക്കുക. 500. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഏകദേശം 500ഓളം ഗ്രന്ഥങ്ങളാണ് ആ മഹാനുഭാവൻ ലോകത്തിനായി രചിച്ചത്. ഒന്നാലോചിച്ചു നോക്കൂ അദ്ദേഹത്തിന്റെ ആ ഡെഡിക്കേഷൻ. ഈജിപ്തില് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അവസാനത്തെ വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. 5ാമത്തെയും അവസാനത്തെയും ഭാഗം, അദ്ദേഹത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്നുകൂടി നമുക്ക് നോക്കാം. UGC നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്കും ഇമാം സുയൂത്തിയുടെ മറ്റ് ഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിക്കാതെ ഈ വിഷയം പൂർത്തിയാക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ മറ്റ് കൃതികളിലേക്ക് നോക്കാം. ഷർഹുൽ ഇസ്തിആദത്തി വൽ ബസ്മല. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ 17ാമത്തെ വയസ്സിലെഴുതിയ ആ ആദ്യത്തെ ഗ്രന്ഥം. തുടർന്ന് ഹുസ്നുൽ മുഹാദര, തബക്കാത്തുൽ ഹുഫാദ്, തബക്കാത്തുൽ മുഫസ്സിരീൻ, തബക്കാത്തുൽ നഹവീൻ, പിന്നെ വളരെ പ്രശസ്തമായ താരീഖുൽ ഖുലഫ. ലിസ്റ്റ് അവിടെ തീരുന്നില്ല കേട്ടോ. മഖാമാത്ത്, അൽ അഷ്ബാഹു വൻ നെദായറുൻ നഹുവിയ, പിന്നെ ഖുർആൻ വിജ്ഞാനീയങ്ങളിലെ ഏറ്റവും വലിയ റെഫറൻസ് ഗ്രന്ഥമായ സാക്ഷാൽ അല്ലിദ് ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ, തുർജുമാനുൽ ഖുർആൻ, അൽ ബാബുൽ ഉഗൂൽ, ഹദീസ് സമാഹാരമായ ജമൂൽ ജവാമിയു ഫിൽ ഹദീസ്, ലുബ്ബുൽ ലുബാബ് എന്നിവയെല്ലാം ആ 500 കൃതികളിൽ പെടുന്നവയാണ്. ഹിജ്ര വർഷം 911 അദ്ദേഹം അന്തരിച്ചു. കെയ്റോയിലെ സിധി ജലാൽ സിമിറ്റേരിയിലാണ് ആ മഹാപണ്ഡിതന്റെ ഖബറിടമുള്ളത്. അപ്പോൾ ഇബ്നുൽ കുതുബ് എന്ന ചരിത്രം വിളിച്ച ആ മഹാന്റെ 500ഓളം വരുന്ന കൃതികളിൽ ഏതാണ് നിങ്ങൾ ആദ്യം വായിക്കാൻ തിരഞ്ഞെടുക്കുന്നത്? ഈ ഒരു ചോദ്യം നിങ്ങളെ കൂടുതൽ അറിവ് നേടാൻ പ്രേരിപ്പിക്കട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ കാര്യങ്ങളെല്ലാം പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ UGC നെറ്റ് പരീക്ഷയ്ക്ക് മികച്ച വിജയമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.